ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JNJ കളക്ഷൻസ്. അപ്പം നമ്മൾ ഇന്ന് ഒരു കിറ്റുമായിട്ടാണ് വരുന്നത്. അപ്പോൾ കിറ്റിന് മുന്നേ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എങ്ങനെയാണ് കിറ്റിനുള്ള സാധനങ്ങൾ ചെയ്യുക എന്നാണ്. അപ്പം നമ്മൾ കിറ്റ് ഇന്ന് വൈകുന്നേരത്തോടെ ഇറക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഇതിൽ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാലയുടെ ത്രെഡ്, അതേപോലെ ക്രിംബീഡ്, മാലയുടെ പീരി, ബീഡ്സ്, ബട്ടർഫ്ലൈ എല്ലാം അടക്കമായിരിക്കും കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഇപ്പം നമ്മൾ കിറ്റിൻ്റെ റേറ്റ് മാത്രമാണ് ഇടുന്നത്. ഡെലിവറി ചാർജ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എടുക്കണം. ഡെലിവറി ചാർജ് 50 രൂപയാണ് മിനിമം വരുന്നത്. അത് കഴിഞ്ഞിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇപ്പോൾ 10 സാധനങ്ങൾ വേണേലും എടുക്കാം, അല്ലെങ്കിൽ 1, 2, 3 സാധനങ്ങൾ. വെയിറ്റ് കൂടിയാൽ മാത്രമേ റേറ്റ് മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനാണ് ഡെലിവറി ചാർജായിട്ട് 50 രൂപ എടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് സാധനങ്ങൾ കൂടുതൽ മേടിച്ച് 1/2 കിലോയ്ക്ക് മുകളിലൊക്കെ മേടിക്കുകയാണെങ്കിൽ വേറെ റേറ്റ്, 1 കിലോയ്ക്ക് മുകളിൽ 2-3 കിലോയ്ക്കൊക്കെ ഓരോ റേറ്റാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കൊറിയർ അയക്കുകയാണ്, പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 3mm ബീഡ്സ് ആണ്. അതേപോലെ തന്നെ ഗ്ലാസ് ബീഡ്സിൻ്റെ ഫ്ലവർ, ബട്ടർഫ്ലൈ, സ്റ്റാർ, അങ്ങനെ പല വെറൈറ്റി ആണ് നമ്മൾ ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത്. ഒരുമിച്ചാണ് കിറ്റ് ഇറക്കുന്നത്. 3 വെറൈറ്റിയോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ 3 വെറൈറ്റിക്കും പല കളറിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ കളേഴ്സിൽ വൈറ്റിൽ, അല്ലെങ്കിൽ വൈറ്റും ആ കളറും ചേർത്ത് ചെയ്യാം. വൈറ്റും ആ കളറും ചേർത്ത് ചെയ്യുന്നത് നമ്മുടെ കിറ്റിലുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബീഡായിട്ട് മേടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അതല്ലാതെ നമ്മൾ കിറ്റിലുണ്ടാകുന്ന സാധനങ്ങൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച് കളർ കോമ്പിനേഷനൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് വൈകുന്നേരത്തേക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ബീഡ്സ് കോർത്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെയും ഫസ്റ്റത്തെയും ക്രിംബീഡിൻ്റെ സെക്ഷൻ ഞാൻ അതാണ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നത്. അത് ഞാൻ പിന്നെ ക്രിംബീഡിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് കുറേ പേര് പറഞ്ഞു യൂസ്ഫുള്ളായെന്ന്. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ പുതിയ ആൾക്കാർ കയറുന്നവർക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. അവർക്കൊന്നും അറിയത്തുണ്ടാവില്ല ക്രിംബീഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാല ടൈറ്റായിട്ട് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിലി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുക. അപ്പം ഞാൻ അതേപോലെ പിന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും. ഇതേപോലെ ഞാൻ നഖം കൊണ്ട് ക്രിമ്പ് ചെയ്ത ബീഡ് പിടിച്ചിട്ട് ആണ് അടുത്ത ലൈൻ വലിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാമല്ലോ. 2 ക്രിംബീഡ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു ക്രിംബീഡാണ് ഞാൻ ലോക്ക് ചെയ്ത് ആ ക്രിംബീഡെ പിടിച്ചിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നല്ല ടൈറ്റിൽ ചെയ്യാതെ കുറച്ചൊരു പൊടിക്ക് ലൂസാക്കുക. അപ്പോഴേ ബീഡ്സ് ലൂസായി കിടക്കുകയുള്ളൂ. അല്ല എങ്കിൽ ബീഡ്സ് നല്ല ഇങ്ങനെ വളഞ്ഞ് ഒന്നിനോട് ചേർന്ന് ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഒരു ഇച്ചിരി ഇട്ടാൽ മതി. അപ്പോൾ ആ ഒരു സ്പേസ് വിടുമ്പോൾ ലൂസായിട്ട് നല്ല വൃത്തിക്ക് കിടന്നോളൂ. അപ്പോൾ ഇതേപോലെ ക്രിംബീഡ് ഇട്ടതിന് ശേഷം 1-2 ബീഡ്സിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് പിന്നെ ലോക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയുകയാണ് ബാക്കി റിമൈനിങ്. അപ്പോൾ ഇതേപോലെ ഞാൻ സ്റ്റാറിൻ്റെയും ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ ബട്ടർഫ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈയിൽ എന്താ പ്രശ്നം ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് സ്റ്റാറും ഇതേപോലെ സെയിം രീതിയിൽ ചെയ്താൽ മതി. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇടാതെ ഇരുന്നത്. നിങ്ങൾക്ക് ബട്ടർഫ്ലൈ ഇടുമ്പോൾ ബട്ടർഫ്ലൈ താഴേക്ക് പോകാൻ പാടില്ല. ബട്ടർഫ്ലൈയുടെ ഡിസൈൻ 2 ഷോൾഡർ, 2 കഴുത്തിൻ്റെയും അപ്പുറത്തേക്കും മുകളിലേക്കായിരിക്കണം ബട്ടർഫ്ലൈയുടെ ഫ്രണ്ട് ഭാഗം വേണ്ടിയ. താഴ്ഭാഗമാണ് നമുക്ക് താഴേക്കും. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റൗണ്ടിൽ പോകുന്നതിൽ ഒരു 5 ബട്ടർഫ്ലൈ ഇപ്പോൾ നമ്മൾ തിരിച്ച് കഴുത്തിൻ്റെ ആ ഭാഗത്തേക്ക് ബട്ടർഫ്ലൈ പറക്കുന്ന രീതിയിലിടുക. ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെയാണ് ഇടേണ്ടത്. അതല്ല ഒന്ന് കയറി ഒന്ന് ഇറങ്ങി അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കൂടുതൽ ഇതേപോലെ ഞാൻ പിന്നെ ക്രിംബീഡ് എനിക്കിത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. നമുക്ക് ഈ ഒരു മാലയൊക്കെ എന്ന് പറഞ്ഞാൽ കടയിൽ 40ഉം 45ഉം ഒക്കെയാണ് റേറ്റ് വരുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
15-നും 20 രൂപയ്ക്കും ഇടയ്ക്കേ ആവുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ കിറ്റ് ഉണ്ടാക്കുകയോ, ഞാൻ കിറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് ബൾക്കായിട്ട് മേടിച്ച് നിങ്ങൾക്ക് കടകളിൽ കൊടുത്താൽ കൂടി 40 വീടുകളിലാണെങ്കിലും എങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു മാലയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സെറ്റല്ല, അപ്പോൾ ഇത് സിംഗിളായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കിറ്റിനുള്ള 3 വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക്